എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം. ഞാൻ സനീഷ. ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വെണ്ടത്തൈ കേട്ടോ. ഇത് നടാനുള്ള സ്ഥലം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ഞാൻ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത സ്ഥലമായിരുന്നു. 15 ദിവസം കഴിഞ്ഞു. ഇന്ന് ഞാൻ അതിലേക്ക് നമ്മുടെ കരിയില കമ്പോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ചാണകം, പിന്നെ ആട്ടിൻകാഷ്ടം, കോഴിവളം, ബ്രോയിലർ കോഴിയുടെ വളം കേട്ടോ. എങ്കിലും നമ്മുടെ നൈട്രജൻ ധാരാളം ഉള്ളത് ബ്രോയിലർ കോഴിയുടെ വളത്തിലാണ്. നമ്മുടെ വീട്ടിൽ വളർക്കുന്ന കോഴിയുടെ വളത്തിൽ അത്ര ഉണ്ടാവില്ല. കാരണം നമ്മൾ മുട്ടത്തീറ്റയല്ലേ കൊടുക്കണേ, മുട്ടയിടാനുള്ള തീറ്റയല്ലേ കൊടുക്കണേ. അപ്പോൾ അത് ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ പെട്ടെന്ന് ആദ്യത്തെ ഒരു വളർച്ച കിട്ടണമെങ്കിൽ നമ്മൾ ബ്രോയിലർ കോഴിയുടെ വളം തന്നെ ഇട്ട് കൊടുക്കണം. അതിലാണ് യൂറിയയുടെ അളവും നൈട്രജൻ്റെ അളവൊക്കെ ധാരാളം ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ അത് ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ മിക്സാക്കി ഞാൻ WDC വെച്ച് 2 മാസം ഇട്ടായിരുന്നു. എന്നിട്ട് നല്ല പൊടിഞ്ഞ കമ്പോസ്റ്റായി. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിഞ്ഞപ്പോഴേ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വേപ്പിണ്ണാക്ക് ചേർത്തിരുന്നു. എന്നാലും നമ്മൾ ഇതിനകത്ത് വേപ്പിണ്ണാക്ക് ചേർക്കണം കേട്ടോ. അങ്ങനെ അപ്പം ഇതിൻ്റെ കൂടെ ട്രൈക്കോഡർമ വേപ്പിണ്ണാക്കൂടെ ഇട്ട് നമുക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് എല്ലുപൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് നമ്മുടെ ഉമ്മിക്കരി ഉണ്ടല്ലോ, ഉമ്മിക്കരി എടുത്തിട്ട് അതിന് മീനിൻ്റെ വേസ്റ്റ് മിക്സ് ചെയ്ത് ഇടകലർത്തി ഒരു ബാരലിനകത്ത് വെച്ചിരുന്നിട്ട് അതിന് ഞാൻ 45 ദിവസം വെച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നല്ല പൊടിഞ്ഞ കറുത്ത വളം കിട്ടി. ആ വളം ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെണ്ടത്തൈ നട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിനകത്തേക്ക് തൈ നട്ട് കൊടുക്കാം. നടാൻ നമുക്ക് ഇതിനകത്ത് വാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ് വാം. അല്ലെങ്കിൽ മൈക്കോറൈസാന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും, വാമെന്നും പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഇല്ലായെങ്കിലും ഒന്ന് ഇട്ടാൽ മതി കേട്ടോ. ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെണ്ടത്തൈ വെച്ച് കൊടുക്കാം. അങ്ങനെയാണ് കിട്ടിയത്. നമുക്ക് ഓരോ തൈ വെച്ച് പിന്നെ അകലം വെച്ച് അങ്ങ് വരെ നട്ട് കൊടുക്കാം. ഇത്ര ഒരകലം വയ്ക്കാം കേട്ടോ. കുഴിയെല്ലാം ഉണ്ടാക്കി വാമിട്ട് ഇനി തൈകൾ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് തൈകളൊക്കെ കുഴി ഇറക്കി വെച്ചിട്ടുണ്ട്, നട്ട് കൊടുക്കാം. നിങ്ങൾക്കിതിന് ചൂടിൽ കുത്തി കൊടുക്കണം കേട്ടോ, തണൽ കുത്തി കൊടുക്കണം. അല്ലെങ്കിൽ നല്ല വെയിലാണ്. ഇന്നിപ്പോൾ ഇവിടെ മഴയില്ല, രാത്രി നല്ല മഴയായിരുന്നു. ഈ 2 തൈകളും മിച്ചമുണ്ട്. ഈ ഒരു കുഴിയിൽ നമുക്ക് 2 തൈ വെച്ച് കൊടുക്കാം. ഈ ഒരു കുഴിയേ ഉള്ളൂ. ഈ ഒരു കുഴിയിൽ 2 തൈ വെച്ചിട്ടുണ്ട്. കാരണം ഇനി ഒരു കുഴിയെ സ്ഥലമില്ല നടാനായിട്ടേ. ഞാൻ 2 തൈകൾ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ചവറ് വെട്ടിക്കൊണ്ട് വന്നിട്ട് ചൂടിൽ കുത്തി കൊടുക്കാം കേട്ടോ. അതായത് തണൽ, ഇന്നിപ്പോൾ ഇവിടെ നല്ല വെയിലാണ്. ഈ തണൽ തരുന്ന ചെടിയല്ലേ, നഴ്സറിയിലിരുന്ന ചെടിയല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ വേറെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തക്കാളി തൈകൾ നട്ടത് കാണിച്ചു തരാം കേട്ടോ. ഇത് വേറെ ടൈപ്പ് വെണ്ടയാണ് കേട്ടോ. ഒരു ആനക്കൊമ്പെന്ന് പറയാൻ പറ്റില്ല, വേറെ വെറൈറ്റി. ഇത് പ്ലാസ്റ്റിക് മൾച്ചിങ് രീതിയിൽ ചാക്ക് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്.
ഇത് ചെയ്യാനുള്ളതാട്ടോ, വഴുതന നടാനുള്ളതാണ്. ഇത് തക്കാളിയാണ് ചെയ്തേക്കണേ. ഇത് ഇന്നലെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതായിരുന്നു. ഇത് സാമ്പ്രാട്ട് വെണ്ടയാട്ടോ. അങ്ങേറ്റത്ത് വെള്ളരി നട്ടിട്ടുണ്ട്. ഇത് 3 ഇനം വെണ്ടയാണ് ഇപ്പം എൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇത് ഏത് വെറൈറ്റി തക്കാളിയാണെന്നറിയില്ല. ഓക്കെ, താങ്ക് യു.